പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി കാര്യങ്ങൾ ഞാൻ നേരിട്ട് അന്വേഷിച്ച് ഉറപ്പുവരുത്തും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ചന്തു. ഇതേ സമയം ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന ഇഷയാകട്ടെ ചന്തുവിനോട് ഇതേപ്പറ്റി കൂടുതൽ അന്വേഷിക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. ദേവബാലയെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല. അവൾ ചതിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. മറ്റുള്ളവരുടെ വിഷമം കാണുന്നതിന് വേണ്ടിയാണ് അവൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് കാര്യങ്ങൾ നീക്കിയില്ല എങ്കിൽ കൈവിട്ടു പോകും. ഈശ പേടിക്കണ്ട, എന്തൊക്കെ സംഭവിച്ചാലും കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്തു കൊള്ളാം. ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ ഉണ്ടാവുകയില്ല. ഞാനാണ് നിനക്ക് വാക്ക് നൽകുന്നത്, മനസ്സിലായോ? ഇതോടെ ഈശ തൻ്റെ അച്ഛൻ്റെ കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. അച്ഛൻ്റെ അവസ്ഥ വളരെ മോശമാണ് ചന്തു. എന്തായാലും ഈ കാര്യം അബിയെ നീ അറിയിക്കണം. അബി സത്യങ്ങളെല്ലാം അറിയണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് വൈകിക്കും തോറും പ്രശ്നങ്ങൾ രൂക്ഷമാവുകയുള്ളൂ. പേടിക്കേണ്ട ഇഷ, ഞാൻ അബിയെ ചെന്ന് കണ്ട് നേരിട്ട് കാര്യങ്ങൾ അറിയിച്ചു കൊള്ളാം. നീ ധൈര്യമായിരിക്കെ. റാംമോഹൻ സാറിന് ഒന്നും തന്നെ സംഭവിക്കുകയില്ല, ഉറപ്പാണ്. കാര്യങ്ങൾ ധൈര്യമായി മുന്നിലേക്ക് കൊണ്ടുപോകൂ. ഞങ്ങളെല്ലാവരും നിന്റെ കൂടെ തന്നെയുണ്ട്. ആ കാര്യം നീ മറക്കണ്ട, മനസ്സിലായോ? ഇത് കേട്ടതിനെ തുടർന്ന് ഇഷയ്ക്ക് വളരെയധികം സന്തോഷമായിരിക്കുകയാണ്. ഇഷ ഇതോടെ മുന്നിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഇതിനിടയിലാണ് റാംമോഹൻ ഹോസ്പിറ്റലിലാണ് എന്നും ഏതു നിമിഷം വേണമെങ്കിലും തട്ടിപ്പോകാം എന്നുള്ള കാര്യവും നീനയും കൂട്ടരും അറിയാനിടയാകുന്നത്. ഇതോടെ രാഹുലിനോട് നല്ലൊരു അവസരമാണ് രാഹുൽ നമുക്കിപ്പോൾ വീണ് കിട്ടിയിരിക്കുന്നത്. വീണ്ടും ആ വീട്ടിലേക്ക് കയറുന്നതിന് വേണ്ടിയുള്ള മികച്ച അവസരം. നീ ഈ അവസരം മുതലെടുക്കണം. ചെല്ല്, അവളെ കണ്ടിട്ടു വാ. ഇതോടെ ശരിയെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന രാഹുൽ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അപ്രതീക്ഷിതമായ അവൻ്റെ കടന്നുവരവ് ഞെട്ടിച്ചു കളയുകയും ചെയ്യുന്നു ഇഷയെ. ഇഷ ഒരിക്കലും ഇങ്ങനെയൊരു കടന്നുവരവ് പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോൾ റാംമോഹന്റെ വിവരങ്ങൾ ഞാനിപ്പോഴാണ് അറിഞ്ഞത്. ഇഷ പേടിക്കണ്ട, എന്തിനും ഏതിനും സഹായമായി ഞാൻ ഉണ്ടാകും നിന്റെ കൂടെ എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ ഇത് കേൾക്കുന്ന ഇഷയാകട്ടെ, എനിക്ക് നിന്റെ യാതൊരു സഹായവും വേണ്ട, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകാൻ നോക്ക് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.